അപ്പോൾ നമ്മൾ ബോക്സ് നേരെ HDMI കേബിൾ വഴി ടി വിയിലേക്ക് കണക്ഷൻ കൊടുക്കുക, പവർ കൊടുക്കുക, ഓൺ ആക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ടി വിയിൽ ആദ്യം HDMI സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ബോക്സിന്റെ ഇന്റർഫേസ് ആണ് നമ്മളെ ടി വിക്കകത്ത് കാണിക്കുക. ഇങ്ങനെയാണ് നമ്മുടെ ബോക്സിന്റെ ഇന്റർഫേസ് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ നേരെ സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വൈഫൈ കണക്ട് ചെയ്യുക. അപ്പോൾ വൈഫൈ കണക്ട് ചെയ്യാനായിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ നെറ്റ്വർക്ക് ചോദിക്കും. അതിൽ നമ്മൾ വൈഫൈ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മളെ വൈഫൈൻ്റെ പേര് അതിൽ കാണിക്കും. അപ്പോൾ ആ പേര് കാണില്ല നമ്മൾ പാസ്വേഡ് അടിച്ചു. ഇപ്പോൾ ഓൾറെഡി ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ വീണ്ടും മെനുവിലേക്ക് പോവുക. മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആപ്സ്, യൂട്യൂബ്, പ്ലേ സ്റ്റോർ ഇങ്ങനെ കിട്ടും. അതിന് തൊട്ടടുത്ത് തന്നെ നമ്മളെ തമാം OTT എന്നുള്ള നമ്മളെ ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഇതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ. അപ്പോൾ ഈ തമാം OTT ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇന്റർഫേസ് ആണ് നമുക്ക് കിട്ടുക. ഇതിൽ നമുക്ക് ചാനൽസുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നേരെ നമ്മൾ ഈ ലൈവിലേക്കാണ് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ലൈവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു അറബിക് ചാനലാവും നമുക്ക് വരിക. അപ്പോൾ ഈ അറബിക് ചാനൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ റിമോട്ടിൽ ഓക്കെ ബട്ടൺ, അതായത് ഈ സെൻറ്റർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലിസ്റ്റ് കിട്ടും. ചാനലിൻ്റെ ലിസ്റ്റാണിത്. ഇതിൽ നമ്മൾ ആദ്യത്തെ ലിസ്റ്റാണ് നമ്മളെ കൺട്രി സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഏതാണോ കൺട്രി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആ കൺട്രിയിലുള്ള ചാനൽസുകളാണ് ഈ വലതു ഭാഗത്ത് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മലയാളം സെലക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യമൊക്കെ നമ്മളെ ബിങ് സ്പോർട്സ് തുടങ്ങിയിട്ടുള്ള സ്പോർട്സ് ചാനൽ, ഇംഗ്ലീഷ് ചാനലൊക്കെയാണ് ഫസ്റ്റ് ഒക്കെ ഉണ്ടാവുക. 83 മലയാളം ചാനൽ വരിക. ഇപ്പോൾ നമുക്ക് ഇന്ത്യ തമിഴ്, ഇന്ത്യ മലയാളം കേട്ടോ. ഇന്ത്യ മലയാളം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വലതു ഭാഗത്ത് മലയാളത്തിൽ ഏതൊക്കെ ചാനലുകൾ ഉണ്ടോ ആ ചാനലുകളൊക്കെ ഇതിനകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അതായത് ഏഷ്യാനെറ്റ് ഇപ്പോൾ ഇങ്ങനെ തുടങ്ങി നമ്മൾ ഏഷ്യാനെറ്റിലേക്ക് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഏഷ്യാനെറ്റ് കിട്ടും. ഇപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിൽ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് കേട്ടോ. ഇങ്ങനെ നമുക്ക് ഏത് ചാനൽ വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം. 24 ന്യൂസ്, മഴവിൽ മനോരമ, കൈരളി തുടങ്ങിയിട്ടുള്ള എല്ലാ ചാനൽസുകളും നമുക്ക് ഇതിനകത്തുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിപ്പോ 83 നമ്മൾ മലയാളം ചാനൽ എടുക്കുന്നത്. ഇത് നമുക്ക് ഫസ്റ്റിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ചാനലാണോ സ്ഥിരം കാണുന്നത് ആ ചാനൽ നമുക്ക് ഫേവറേറ്റ് ആക്കി വെക്കാനായിട്ട് പറ്റും. ഇപ്പൊ 83 നമ്മളെ മലയാളം എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളെ ചാനൽസുകൾ കിട്ടാനായിട്ട് ഇപ്പൊ നമ്മൾ ഏഷ്യാനെറ്റ് എപ്പോഴും കാണുന്ന ചാനലുകൾ നമുക്ക് ഫേവറേറ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റിൽ തന്നെ നമ്മളെ ചാനൽസുകൾ കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ഏഷ്യാനെറ്റ് ആണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഏഷ്യാനെറ്റിലേക്ക് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഈ റിമോട്ടിൽ ഓക്കെ ബട്ടൺ, സെൻട്രൽ ഓക്കെ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. അപ്പൊ നമുക്കിവിടെ ആഡ് ഫേവറേറ്റ് കാണിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ ഫേവറേറ്റ് ആയി. ഇനി നമ്മൾ ഫസ്റ്റിലേക്ക് ഒന്ന് എടുത്ത് നോക്കുക. നമ്മൾ ഫേവറേറ്റ് ആക്കി വെച്ചത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മേലെ ഫേവറേറ്റ് ആണല്ലോ കിട്ടുക. അപ്പോൾ ആ ഫേവറേറ്റിലേക്ക് നമുക്ക് എത്ര ചാനൽ വേണമെങ്കിലും നമ്മൾ ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മളെ ഫേവറേറ്റ് സെലക്ട് ചെയ്തപ്പോൾ ഫേവറേറ്റിൽ ഇപ്പോൾ നമ്മൾ ഏഷ്യാനെറ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏഷ്യാനെറ്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് എത്ര ചാനൽ വേണമെങ്കിലും ഇവിടെ ആഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ മൂവീസിലേക്ക് വരാം. മൂവീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലൈവിന് തൊട്ടടുത്ത് തന്നെ മൂവീസ് എടുക്കുന്നുണ്ടാവും. അപ്പോൾ മൂവീസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലിസ്റ്റ് വരും. അതിൽ നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഏത് മൂവി, ഇംഗ്ലീഷ് ആണോ, തമിഴാണോ, ഹിന്ദിയാണോ, ഏത് മൂവീസാണോ വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അത് സെലക്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ മലയാളം നോക്കുകയാണെങ്കിൽ ഇവിടെ മലയാളത്തിന് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മലയാളം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ ഏതൊക്കെ മൂവീസുകളാണോ OTTയിൽ റിലീസ് ആയിട്ടുള്ള മൂവീസുകൾ ഇതിനകത്ത് നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ നമുക്ക് ഏത് ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, അതേപോലെ തന്നെ ഹിന്ദി മൂവീസ്, തമിഴ് മൂവീസ്, ഡബിങ് മൂവീസ് എല്ലാം ഇതേപോലെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് വേറെ ഒന്നും ചെയ്യാനില്ല, ഡൗൺലോഡ് ചെയ്യൊന്നും വേണ്ട. ഡയറക്റ്റ് നമുക്ക് മൂവി പ്ലേ ചെയ്തിട്ട് തന്നെ കാണാവുന്നതാണ്. നമുക്ക് ഡയറക്റ്റ് തന്നെ ഡൗൺലോഡ് ഒന്നും ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് പ്ലേ ചെയ്ത് കാണാൻ പറ്റും. നമുക്ക് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ട് HD ക്ലാരിറ്റി തന്നെ നമുക്ക് മൂവീസ്, ചാനൽസുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ നമുക്ക് ഏത് ഫിലിം വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ മൂവീസിന്റെ തൊട്ടുപുറത്ത് സീരീസ് ഉണ്ട്. ഇതേ രീതിയിൽ തന്നെ മൂവീസ് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് സീരീസുകളും സെലക്ട് ചെയ്തിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് നമ്മളെ ബോക്സിനകത്തുള്ളത്. ഒരു ആൻഡ്രോയിഡ് ബോക്സ്, അതേപോലെ തന്നെ ഒരു HDMI കേബിള്, ഒരു പവർ കേബിള്, റിമോട്ട് കേട്ടോ.